ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ മുന്നണിയിലേക്ക് പ്രവേശം കാത്തിരിക്കുന്ന PV അൻവർ ആദ്യം നടത്തിയത് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പ്രതികരണമാണ്. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ദിവസം തന്നെ നടത്തി. അന്ന് നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നതാണ്. അതിനുശേഷം ഇതാ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് തന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് തെരുവിലേക്ക് ഇറക്കി വിട്ടു, എന്നിട്ട് കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു എന്നാണ് പറയുന്നത്. ചെറിയ വാചകങ്ങളല്ല ഇതൊന്നും. ഇതൊരൊറ്റ നേതാവിലേക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ വിമർശനം ചുരുങ്ങുകയാണ്. അതായത് കോൺഗ്രസിലെ മുഴുവൻ നേതാക്കൾക്കെതിരെ അദ്ദേഹത്തിന് പരാതിയില്ല. പ്രതിപക്ഷ നേതാവാണ് തൻ്റെ വരവിന് തടസ്സം നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതാ അപ്പുറത്ത് സുധാകരൻ അൻവർ വന്നില്ല എങ്കിൽ അത് UDFന് തിരിച്ചടി എന്ന വാചകം പറയുന്നുണ്ട്. VD സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒറ്റയ്ക്കല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നതിനെ രണ്ട് തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ അൻവർ ഇല്ല എങ്കിൽ അത് UDFന് തിരിച്ചടിയാണ് എന്ന് പറയുന്നു. അൻവർ വന്നാൽ അത് അസറ്റാണ് എന്നും പറയുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ അൻവർ വിജയിച്ചോ ശ്രീ സണ്ണിക്കുട്ടി? ഇപ്പോൾ ഇത് ഈ VD സതീശൻ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തു എന്നെനിക്ക് തോന്നുന്നില്ല. തീരുമാനമെടുത്തിട്ട് തന്നെയില്ല. അവർ മുന്നോട്ട് അൻവറിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് UDFിലേക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് അംഗമായിട്ടല്ല, ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് അതിന് കൊടുക്കാം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് രാവിലെ ഈ രീതിയിൽ സംസാരിച്ചത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതെല്ലാം സൃഷ്ടിച്ചത് PV അൻവർ തന്നെയാണ്. PV അൻവർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു, MLA സ്ഥാനം രാജിവെക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഇപ്പോൾ കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല അൻവറിൻ്റേത്, പക്ഷേ നിലമ്പൂരിനെ ബാധിക്കുന്ന ഒന്നാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ അദ്ദേഹം ഏത് രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്? അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു ഇത് പിണറായിസത്തിൻ്റെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന ആണിയെന്നോ അല്ലെങ്കിൽ പിണറായിസത്തെ തുടച്ചു നീക്കാനുള്ള ഒരു നീക്കം, അതിനാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. സ്ഥാനാർത്ഥി LDFുമായി CPMുമായി ചർച്ച നടത്തിയ, അവിടുത്തെ സ്ഥാനാർത്ഥിയാവാൻ ചർച്ച നടത്തിയ ആളാണ് എന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി, അതായത് അവരാണ് മത്സരിക്കാൻ പോകുന്നത്, അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ചർച്ച നടക്കുമ്പോൾ അതിൽ ആര്യാടൻ ഷൗക്കത്ത് പ്രധാനപ്പെട്ട രണ്ടുപേരിൽ ഒരാളായിട്ട് നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട്, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പോലും അദ്ദേഹത്തെ പറ്റി വളരെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നു. ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് നമ്മൾ ഒരു മുന്നണിയിൽ, അത് LDF ആവട്ടെ UDF ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ വിശ്വാസ്യതയുടെ ഒരു വലിയ പ്രശ്നമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ ഇങ്ങനെ ഒരാൾ വേണ്ട, ഇങ്ങനെ പാതി വഴിയിൽ നിർത്തേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒരാൾ വേണ്ട എന്നൊരു തീരുമാനം പറയണ്ടേ? അതെന്താണ് പറയാത്തത്? എല്ലാ നേതാക്കളും പൊതുവെ ഇപ്പോൾ VD സതീശൻ പറഞ്ഞ പോലെ ഷാർപ്പായല്ല പ്രതികരിച്ചിട്ടുള്ളത്. അൻവർ വരേണ്ടതാണ്, അൻവർ നല്ല നേതാവാണ് എന്ന രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. അതെന്താണ് അങ്ങനെ? അപ്പം ഞാനതിന് മുമ്പായിട്ട് ഈ പശ്ചാത്തലം എന്ന് പറയുന്നതിന് സ്മൃതിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം കാട്ടുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അദ്ദേഹം ഈ നിലപാടുകൾ എടുക്കുന്ന ആൾ, അദ്ദേഹം CPMന് ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് പിണറായി വിജയനെതിരായിട്ട് വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹം അന്ന് CPMലാണ്, പിന്നീടാണ് അദ്ദേഹം മാറുന്നത്, അതും പിണറായി വിജയനെതിരായിട്ട്. നമുക്കറിയാം പിണറായി വിജയനും അദ്ദേഹവും നല്ല ബന്ധമായിരുന്നു. എന്തോ ചെയ്തു കൊടുക്കാൻ പറ്റാത്തോ എന്തോ വരങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും, അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടേ ആവാം. ഏതായാലും ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്യാപ്റ്റനെതിരായിട്ട് അതിശക്തമായ ആരോപണങ്ങളുമായിട്ട് വന്ന ഒരാൾ പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഇവിടെ വരുന്നു. ഇവിടെ അദ്ദേഹം പാർട്ടിയിൽ പിന്നെ കോൺഗ്രസ് കൊണ്ടിരുന്ന സ്ഥാനാർത്ഥിയെ എതിർക്കുന്നു, അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറയുന്നു, പ്രതിപക്ഷ നേതാവിനെ പറ്റി മോശമായിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തെ എങ്ങനെ വിശ്വസിച്ച് ഒരു മുന്നണിയിലെടുക്കും? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം എടുത്താൽ തന്നെ അദ്ദേഹം പിന്നെ നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കും, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്ന് എന്താണ് ഉറപ്പുള്ളത്? അതുകൊണ്ടാണ് UDFിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ അദ്ദേഹത്തെ ഇതുപോലെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള
പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി വളരെ കുറവായ ഒരാളെ കൊണ്ടുവരുന്നതിനെതിരായിട്ടുള്ളൊരു വികാരമുള്ളത്. അതാണ് ഈ ചർച്ചയിലൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ സ്മൃതി ചോദിച്ചതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സുധാകരൻ അദ്ദേഹം എന്തോ അസറ്റാണ്, അദ്ദേഹത്തിൻ്റെ വോട്ട് എന്തുകൊണ്ട്, അദ്ദേഹത്തിന് എന്താ വോട്ടെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. കഴിഞ്ഞ തവണ LDFുമായിട്ട് ചേർന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. നമുക്ക് ആ പശ്ചാത്തലമൊന്നും ഞാനിപ്പോൾ ഇവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം എന്തോ അസറ്റാണ്. അപ്പോൾ ഇവിടെ എന്താ ഇതിപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് എന്താ ചെങ്കോലിലെ വടിയും ചെങ്കോലും ഒന്നും എൻ്റെ കൈവശമില്ല, പിന്നെ സതീശൻ തന്നെയല്ല തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറയുന്നത്. ഇത് കോൺഗ്രസിനുള്ളിൽ ഈ അടുത്ത കാലത്ത് നടന്ന നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട നിരാശയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ചില പ്രത്യേക വികാരങ്ങളുടെ, വളരെ വ്യക്തിപരമായ വികാരങ്ങളുടെ പ്രതിഫലനമാണ്. അപ്പോൾ ഇവിടെ ഈ അവസരത്തിൽ ഒന്ന് സതീശനിട്ടൊന്ന് കൊടുക്കാം, ഒന്ന് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ എടുക്കുന്നത്. സുധാകരൻ PC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്മൃതി അദ്ദേഹം എടുത്തിട്ടുള്ള പോലെ അച്ചടക്ക നടപടികൾ മറ്റാരും എടുത്തിട്ടുണ്ടാവില്ല. ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് മുന്നണിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ അൻവർ ഇതുപോലൊരു പ്രകടനം നടത്തുമ്പോൾ, പരസ്യ പ്രസ്താവനകൾ, പത്രസമ്മേളനങ്ങൾ അത് നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്തുകൊണ്ട് സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, സതീശൻ ഇതുവരെ അദ്ദേഹത്തെ എടുക്കുകയില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല, UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, ലീഗ് ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി അതിനെപ്പറ്റി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തീരുമാനമെടുക്കാത്ത കാര്യത്തിന്മേൽ എന്തുകൊണ്ട് തീരുമാനമെടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസും തമ്മിൽ അഖിലേന്ത്യാ തലത്തിൽ നല്ല ചേർച്ച ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അവരെ പുറത്തു നിർത്താൻ തൽക്കാലം ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് മെമ്പർഷിപ്പ് കൊടുക്കാതെ നിർത്താം. അതായിരുന്നു കോൺഗ്രസിൻ്റെ ലൈന്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിലപാടാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ സുധാകരനാണ് മറിച്ചൊരു അഭിപ്രായം പറഞ്ഞത്. അത് അൻവറിന് ഈ പാർട്ടിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതല്ല, ഇത് സ്വതസിദ്ധമായിട്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ പലപ്പോഴും നടക്കുന്ന നൈസർഗികമായ ഒരു വാസനയുടെ പ്രതിഫലനമാണ് ഇന്ന് കോൺഗ്രസിലെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.